ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞാനിത് വീണ്ടും വന്നിട്ടുണ്ട്. ഒരു കിടിലം ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലഞ്ച്, ഡിന്നർ, ഈവൻ ബ്രേക്ക്ഫാസ്റ്റിന് വരെ കഴിക്കാൻ പറ്റിയൊരു കിടിലം ഡിഷാണ്. മട്ടൻ വെച്ചിട്ടുള്ളൊരു അടിപൊളി കറിയാണ് കേട്ടോ. നമ്മുടെ പാകിസ്ഥാനി സ്റ്റൈലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം മട്ടൻ ഗോഷ്ട് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് നല്ല വൃത്തിയാക്കി വെച്ചുള്ള മട്ടൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോണോട് കൂടിയുള്ള എടുക്കാം, ബോണില്ലാത്തതും എടുക്കാം കേട്ടോ. അപ്പോൾ ബോൺ ഞാൻ അത്യാവശ്യം എല്ലില്ലാത്ത മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ടതാണ് ഇതിലെ മെയിൻ ടാസ്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൽ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് ഇത്രയേ ഇടുന്നുള്ളൂ മുളക് പൊടി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കുക. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമായിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല. പകരം എന്താ ചേർക്കുന്നത് വെച്ചാൽ ഒരു 2 ചെറുനാരങ്ങ നല്ലവണ്ണം പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നല്ല കട്ടി തൈര്. നിങ്ങൾക്ക് പുളി അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങയെ ചേർക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാനും. ഞാനിതൊന്ന് കുരുവൊക്കെ മാറ്റി കളയുന്നുണ്ട്. അപ്പം ഇതിൽ പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. നല്ല അത്യാവശ്യം ചെറുനാരങ്ങൻ്റെ പുളിയുള്ള കാരണം തന്നെ ഞാനിതിൽ നമ്മുടെ സാധാ തൈര്, പുളിയുള്ള തൈരല്ല ചേർത്തത്. അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ഇനി ഇത് നല്ലവണ്ണം കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ്, മുളക് എല്ലാം ബാലൻസ് ആണോ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി ഇടാം. പിന്നെ വീണ്ടും നമുക്ക് ഓവർ ഉപ്പ് ഇടണ്ട. നമുക്ക് വീണ്ടും മസാല ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിലേക്കും കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇത് നമുക്ക് 1.5 മണിക്കൂറോളം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകാണ്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു അത്യാവശ്യം വലിയ പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക് ഇവയെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം ചെറിയുള്ളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 1 മതി. അത് 2 ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 വലിയ തക്കാളി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനതാ കുരുമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച കുരുമുളക് ഉണക്കിയതുണ്ടാവുമല്ലോ, ഇതേപോലെ കളറാവാത്തൊരു പച്ച കുരുമുളക് തന്നെ നമ്മുടെ മരത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കുറച്ച് നേരം വെയിലത്ത് വെക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾ വെയിലത്ത് വെക്കുമ്പോൾ കിട്ടുന്നൊരു മുളക് ഉണ്ടാവുമല്ലോ, നമ്മുടെ കുരുമുളക്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇടാം. ഇപ്പം എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ സാധാ നമ്മുടെ കുരുമുളകാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഞാനിത് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ സെയിം പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സവാളയാണ് കേട്ടോ. കൂടുതലൊന്നുമില്ല, ഒരൊറ്റ സവാളയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള നല്ല നൈസായിട്ട് അരിയണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ തന്നെ അരിയാം കേട്ടോ. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയോട്ടാണ് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ ഉണ്ടല്ലോ, നമ്മുടെ സ്പൈസസും തൈരും ചെറുനാരങ്ങ കെട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വഴന്നോളണം കേട്ടോ നമ്മുടെ സവാള. അപ്പോൾ നമ്മുടെ മട്ടൻ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഉള്ളിയും ഈ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ അതൊരു 10 to 15 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇതിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇത് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മിക്സിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മല്ലിയിലയും കുറച്ച് പുതിനയിലയും നമുക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റാണ് അരിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ ഒരു ഗ്രീനിഷ് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് കൂടുതൽ മല്ലി ഇല കൂടി നമുക്ക് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ പച്ച കുരുമുളകും ഇതേപോലെ ഉണക്കി കഴിഞ്ഞാൽ അത് അരച്ച് കഴിഞ്ഞാൽ ഒരു പച്ച ഷെയ്ഡ് വരും. അപ്പം നിങ്ങൾക്ക് ആ ഒരു കളറിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പച്ചക്കുരുമുളക് കിട്ടാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. ഞാനിപ്പം സാധാ കുരുമുളകാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇനി ഇതൊന്ന് നമുക്കൊരു 1 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് അരച്ച് വെച്ചിട്ടുള്ള മല്ലി ഇലയും പുതിനയിലാണ് കേട്ടോ. ആ പേസ്റ്റ് കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് വെള്ളം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ, അതായത് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 1.5 മണിക്കൂർ നമുക്ക് ഇട്ടാൽ നമ്മുടെ മട്ടൻ ഗോഷ്ട് ഇവിടെ റെഡിയാവും. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. ഇത് നമുക്കിനി 1.5 മണിക്കൂർ കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം അത്യാവശ്യം നല്ല വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാനിതിൽ ഗരം മസാല ആഡ് ചെയ്യുന്നത് കേട്ടോ. പെരുംജീരകമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഗരം മസാലയാണ്. അപ്പം ഈ ഒരു ഗരം മസാല ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറും ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മട്ടൻ ഗോഷ്ട് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് പൊറോട്ട, പത്തിരി, ചപ്പാത്തി, നല്ല അടിപൊളി ബസുമതി റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്താൽ നമ്മുടെ പിന്നെ മുതൽ ഈ മട്ടൻ കറി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പം ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നിട്ട് അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. അപ്പം നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് ഉറപ്പാണ്. പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ. ബൈ.